ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് പൂരി മസാല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മസാലക്കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നുകൂടിയാണ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് തീരെ ചെറുതായിട്ട് അരിയാതെ കുറച്ച് സ്ക്വയറായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞ് അതും കൂടി ചേർക്കുകയാണ്. അതിനുശേഷം പിന്നെ നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയെല്ലാം ഒന്ന് പകുതി അളവിലൊന്ന് വഴണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം ഇപ്പോൾ ഏകദേശം വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കറിക്ക് എത്ര മാത്രം എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം വറ്റൽമുളകാണ്. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ പൂരി മസാലയ്ക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് കൂടി. ചെറിയ ജീരകമല്ല, പെരുംജീരകമാണ്. അപ്പോൾ ആ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ്. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ആ വേവിച്ചെടുത്തത് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടി ചേർക്കുകയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആയതിൻ്റെ പേരിൽ തന്നെ നമുക്ക് എത്ര വെള്ളം ചേർത്താലും നല്ല തിക്കായിട്ടുണ്ടാവും. പക്ഷേ ഇത് പൂരി മസാല ആയതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി കട്ടിക്കാണ് നമ്മളിത് വെക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മാഷർ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് ഈ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയും ഉപ്പും ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇതിലിപ്പോൾ ഒരല്പം ഉപ്പ് കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പൂരി മസാലയെല്ലാം നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പൂരി മസാല ആർക്കെങ്കിലും ഇഷ്ടമില്ലാതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ കൂടി ഇതുപോലെ അല്ല തയ്യാറാക്കുന്നതെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നമ്മുടെ പൂരി മസാല എന്തിനൊക്കെയാണ് കഴിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുകയും വേണം. ഈ വീഡിയോ മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.